തോട്ടട അലിങ്കലിൽ ദമ്പതികൾ ജപ്തി ഭീഷണിയിൽ. രോഗത്തെ തുടർന്ന് ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി. ഈ മാസം 15-ന് മുൻപ് 8 ലക്ഷത്തോളം രൂപ കണ്ടെത്താനായില്ലെങ്കിൽ ഇവർ തെരുവിലാക്കപ്പെടും. ജീവിക്കാൻ ഒരു ഗതിയുമില്ലാത്ത ഈ കുടുംബം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. എൻ്റെ ഈ വീട് പോയാൽ എനിക്ക് കടത്തുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഇതേ ഉണ്ടാവുള്ളൂ. എനിക്ക് 15-ാം തീയതിക്കുള്ളിൽ എൻ്റെ ഈ വീട് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞില്ലേ ഉറപ്പായിട്ട് എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോകും. എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല. എനിക്ക് ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിൽ പിന്നെ മാർഗമുള്ളൂ. എന്തെങ്കിലും ആ സഹായം ആർക്കെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിലും ഒന്ന് എന്നെ സൂക്ഷിക്കണം. ഇനി 2 ദിവസമേ ഉള്ളൂ ബാക്കി. 15 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ശനിയാഴ്ച കൊണ്ട് തീരുന്നതാണ്. ഇപ്പോൾ എനിക്ക് വേറൊരു മാർഗവും ഇല്ല. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയില്ല. തോട്ടട കിഴുന്നപ്പാറ ആലിങ്കലിലെ CK സലിലക്കും ഭർത്താവ് V അശോകനും ജീവിത സമ്പാദ്യത്തോടൊപ്പം കടവും വാങ്ങി ഒരു വീട് വെച്ചു. പണിതീരാത്ത ആ വീട്ടിൽ താമസം തുടങ്ങി. പക്ഷേ ഇന്ന് സങ്കടക്കടലിലാണ് ഈ വീട്. ജപ്തി ഭീഷണിയിലാണിവർ. ഈ മാസം 15 വരെയാണ് കടം വീട്ടാൻ ബാങ്ക് അനുവദിച്ച സമയം. 2017-ൽ കേരള ബാങ്കിന്റെ എടക്കാട് ശാഖയിൽ നിന്നാണ് സലില 5 ലക്ഷം രൂപ വായ്പയെടുത്തത്. അതും പലിശക്കാരിൽ നിന്ന് വാങ്ങിയ കടവും ചേർത്താണ് ഈ വീടുണ്ടാക്കിയത്. ബാങ്കിലെ കടം പലിശ സഹിതം ഇപ്പോൾ 8 ലക്ഷത്തോളമായി. ആദ്യമൊക്കെ പലിശ കൃത്യമായി അടച്ചിരുന്നു സലിലയും ഭർത്താവും. കൂലിപ്പണിക്ക് പോയാണ് കടം വീട്ടാൻ ഇവർ പണം കണ്ടെത്തിയിരുന്നത്. ഇതിനിടയിൽ ഇരുവരും രോഗികളായി. അശോകന്റെ ഒരു കിഡ്നി എടുത്തുമാറ്റേണ്ടി വന്നു. ഇതോടെ ജോലിക്ക് പോകാൻ പറ്റാതായി. സലില പേസ് മേക്കറിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. ചാല ചിൻടെക്കിൽ ക്ലീനിംഗ് വിഭാഗത്തിലാണ് സലിലക്ക് ജോലി. അസുഖം കാരണം ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും സലിലയുടെ അവസ്ഥ കണ്ട് ചിൻടെക് മാനേജ്മെന്റ് അവരെ സംരക്ഷിക്കുകയാണ്. ഈ വീട് ജപ്തിയായാൽ പിന്നെ ആത്മഹത്യ മാത്രമാണ് പോംവഴിയെന്നാണ് സലില പറയുന്നത്. എന്താ ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് ദൈവത്തോട് ചോദിക്കാനേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഭഗവാനോട് ചോദിക്കുന്നു. വേറെ ഒരു മാർഗവും എനിക്കില്ല. വീട് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നോക്കി നിൽക്കാനില്ലാണ്ട് എൻ്റെ ജീവൻ എന്തായാലും ആത്മഹത്യ ഒന്നും ചെയ്യണ്ട. ഞാൻ ആ അവസ്ഥയിലാണ് ഉള്ളത്. നഷ്ടപ്പെടുമ്പോൾ എന്തായാലും ഞാൻ അതോടെ നഷ്ടപ്പെടേണ്ട അവസ്ഥയിൽ പോകും. സലില മുട്ടാത്ത വാതിലുകളില്ല. സഹായം തേടി എല്ലാ അധികാര കേന്ദ്രങ്ങളിലും എത്തി. നവകേരള സദസ്സുൾപ്പെടെ പരാതി നൽകാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം എത്തി. പക്ഷേ വരുന്ന ജപ്തി നോട്ടീസുകൾക്ക് ഒന്നും ഒരു കുറവുമില്ല. ഞാൻ പോയി ജനസമ്മേളനത്തിന് പോയി. എന്നെ കൊണ്ടാവുന്ന എനിക്ക് ഓരോരുത്തർ പറഞ്ഞു തരുന്ന രീതിയിൽ ഞാൻ എല്ലാവിടെയും പോയി. ഓരോ ട്രസ്റ്റിലും എല്ലാവിടെയും എൻ്റെ കോളേജിൽ പോലും ഞാൻ അന്വേഷിച്ചതാണ്. പക്ഷെ ആർക്കൊന്നും ഇത്രയും വലിയ എമൗണ്ട് എങ്ങനെയെന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. എന്നാലും എനിക്ക് സഹായിക്കാൻ ഇപ്പോൾ എന്താണെന്നറിയില്ല. എനിക്ക് ആയില്ല. ഇനി എത്ര നാൾ ഈ വീട്ടിൽ കഴിയാൻ പറ്റുമെന്നറിയില്ലെന്നാണ് അശോകനും പറയുന്നത്. എന്തായാലും കടവരാന്തയിലേക്ക് പോകാൻ ഉദ്ദേശമില്ല. വളരെ കഷ്ടപ്പെട്ട് എടുത്ത വീടാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്ക് സുഖമില്ലാത്ത ആൾക്കാരാണ്. എങ്ങനെയെങ്കിലും ഈ വീട്ടിലൊന്ന് സമാധാനമായിട്ട് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും ഇനി പണിയെടുക്കാനൊന്നും കഴിയില്ല. ജപ്തി ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് കടവരാന്തയിൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഇനി എന്തായാലും കടവരാന്തയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങ് ശരിക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഗതിയില്ലാത്തതിനാൽ മരുന്ന് വാങ്ങുന്നത് നിർത്തി. റേഷൻ കിട്ടുന്നതുകൊണ്ട് പട്ടിണിയില്ല. അസുഖത്തിന് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നെല്ലാം ഏകദേശം നിർത്തിയോട് തന്നെയാണ്. കാരണം ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ റേഷൻ കാർഡുള്ളതുകൊണ്ട് ആ റേഷനരി ഒപ്പിച്ച് കഴിച്ച് പോകുന്നു. പിന്നെ ഭാര്യ ജോലിക്ക് പോകുന്നതിൻ്റെ അതിൽ തുച്ഛമായൊരു ഇത് കിട്ടുന്നുണ്ട്. അതിനെ പട്ടിണിയില്ലാതെ ജീവിച്ചു പോകുന്നുള്ളതല്ലാതെ ഗുളിക വരെ നിർത്തി. ഇനിയിപ്പോൾ എന്തായാലും മുമ്പിൽ മരണമാണ് മുമ്പെങ്കിൽ അത് നേരിടാൻ തയ്യാറായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇനിയിപ്പം മരിച്ചു കിടക്കാൻ നേരത്തെ ഇവിടെ ഒരു വീട് പോലും ഇല്ലാതായ എവിടെ കൊണ്ട് കിടത്തേണ്ടതെന്ന് പോലും അറിയില്ല. അതാണ് നമ്മുടെ അവസ്ഥ. പ്രാർത്ഥനയോടെ കഴിയുകയാണ് അശോകനും സലിലയും.
എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന പ്രതീക്ഷയിൽ. ഇവർക്ക് മക്കളില്ല. കുടുംബക്കാരും നാട്ടുകാരുമൊക്കെ പലവട്ടം സഹായിച്ചു. ജോലി ചെയ്യുന്ന ചിന്തയ്ക്കിൽ നിന്നും പലവട്ടം സഹായം ലഭിച്ചു. പക്ഷേ ഭാരിച്ച കടം വീട്ടാനും മരുന്നിനും ഒന്നും തികഞ്ഞില്ല. കയ്യിൽ ജപ്തി നോട്ടീസാണ്. പരസ്പരം അതും നോക്കിയിരിക്കുകയാണ് അശോകനും സലിലയും. ഈ മാസം 15-നകം 8 ലക്ഷത്തോളം രൂപ ബാങ്കിൽ അടക്കണം. അതുണ്ടായില്ലെങ്കിൽ ഇവർ തെരുവിലേക്ക് ഇറക്കപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് ഇവർ പറയുന്നത്. സുമനസ്സുകളുടെയും സർക്കാരിൻ്റെയും കരുണയുണ്ടെങ്കിൽ മാത്രമേ ഇവർക്കിനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തോട്ടടയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യൻ, കണ്ണൂർ വിഷൻ.